റിപ്പോർട്ടുകളുടെ ആക്യുറസി. എല്ലാവർക്കും അറിയണം ഞാൻ ഇന്ന് ചെയ്ത ഈ ഒരു ആക്ടിവിറ്റിയുടെ ഒരു അൾട്ടിമേറ്റ് റിസൾട്ട് എന്താണ്. ആ റിസൾട്ട് ഇപ്പോൾ ബാബു സാറ് പറഞ്ഞ പോലെ തന്നെ അത് ഏറ്റവും കൂടുതൽ കിടക്കുന്നത് ഒരൊറ്റ വാചകത്തിലാണ്. റിപ്പോർട്ടുകൾ ഉണ്ടാക്കാൻ പാടില്ല, മറിച്ച് അത് അവിടെ പ്രീ ഡിറ്റർമൈൻഡ് ആയിട്ട് ഉണ്ടായിരിക്കണം. അപ്പോൾ ഞാനൊക്കെ എപ്പോഴും വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ആദ്യം ഈ പ്രോസസ് ഓട്ടോമേഷൻസ് ഇൻപുട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് MD ഡാഷ്ബോർഡ്. MD ഡാഷ്ബോർഡ് ഈസ് എ ക്രിട്ടിക്കൽ ഫാക്ടർ. MD ഈ അറിയേണ്ട, MDക്ക് സംശയം തോന്നിയാൽ വീണ്ടും ഒരു ലെവലിലേക്ക് അതിൽ നിന്ന് തന്നെ നോക്കാൻ പറ്റണം, ഡ്രിൽ ഡൗൺ ചെയ്യണം. വീണ്ടും സംശയം വീണ്ടും കാര്യം പുള്ളിക്ക് സംശയങ്ങൾ തോന്നും. മനസ്സിലായി? ക്രോസ് ചെക്കിൻ്റെയും സെൽഫ് ചെക്കിനെയും ഭയങ്കരധികം സപ്പോർട്ട് ചെയ്യുന്നതാണ് MD ഡാഷ്ബോർഡ് എന്ന് പറയുന്നത്. അപ്പോൾ MD ഡാഷ്ബോർഡിൽ എന്തൊക്കെ പാരാമീറ്റേഴ്സ് വേണം നമ്മൾ അത് വളരെ ക്ലിയർ ആയിട്ടിരുന്ന് ടീമുമായിട്ടിരുന്ന് സംസാരിക്കും. MD ഡാഷ്ബോർഡ് ക്രിയേറ്റ് ചെയ്യും. പിന്നെ കമ്പൽസറി ആണ് 5-ാം തീയതി എന്നൊരു ദിവസം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് P&L കിട്ടിയിട്ടുണ്ടാവണം. അപ്പോൾ P&L ഉണ്ടാക്കാൻ പാടില്ല, P&L അവിടെ ഉണ്ടാവണം. സാർ ഇവിടെ ഒരു ഡൗട്ട് ഞാൻ ചോദിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഈ MD ഡാഷ്ബോർഡ് എന്ന് പറയുമ്പോൾ ശരിക്കും ഏതൊരു സ്ഥാപനത്തിലും സാർ പറഞ്ഞ് ERP-യിലാണോ CRM എങ്ങനെയാണ് ആ ഒരു പ്രോസസ്സിന് ഒരു ഓട്ടോമേഷൻ എങ്ങനെ അവരെന്ത് ടൂൾ ഉപയോഗിക്കട്ടെ, എന്തായാലും ഒരു ബില്ലിംഗ് സോഫ്റ്റ്വെയർ ഉണ്ടാവുമല്ലോ. ബില്ലിംഗ് സോഫ്റ്റ്വെയറുമായിട്ട് ആ ബില്ലിംഗ് സോഫ്റ്റ്വെയറുമായിട്ട് നമുക്ക് ശരിക്കും പറഞ്ഞാൽ പ്രോസസ് ഓട്ടോമേഷൻ ചെയ്യാനുള്ള ഏറ്റവും നല്ല ടൂളുകൾ അവൈലബിൾ ആണ്. ഞാൻ കമ്പൽസറി ആയിട്ട് എല്ലാവരോടും പിന്നെ പറയുന്നതാണ് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് പവർ BI റിപ്പോർട്ട്സ്. പവർ ബിയുടെ തന്നെ അത്ര തന്നെ ഇമ്പോർട്ടൻസോടുകൂടി നമുക്ക് എക്സൽ ഡാഷ്ബോർഡ്സ് ഉണ്ടാക്കാം. പക്ഷേ പവർ ബിയിൽ ഇത് ഉണ്ടാക്കുമ്പോൾ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ ഇത് മേജർ ആയിട്ടുള്ള മേജർ സോഫ്റ്റ്വെയർ ഏതാണോ അതുമായിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്യുകയാണ്. അവിടെ ഒരു ബില്ല് ജനറേറ്റ് ചെയ്താൽ അല്ലെങ്കിൽ അവിടെ ഒരു പർച്ചേസ് കയറിയാൽ ഓട്ടോമാറ്റിക്കായിട്ട് MD ഡാഷ്ബോർഡിൽ പർച്ചേസ് വാല്യൂയും ക്വാണ്ടിറ്റി എല്ലാം റിഫ്ലക്റ്റ് ആവും. ഇതിന് ഹിസ്റ്റോറിക്കൽ ഡേറ്റ എടുക്കാൻ വളരെ എളുപ്പമാണ്. മനസ്സിലായി? അപ്പം ഡിഫറെൻറ്റ് പെർമിറ്റേഷൻ കോമ്പിനേഷനിൽ നമുക്ക് എന്ത് രീതിയിൽ വേണമെങ്കിലും വിഷ്വലൈസേഷൻ. കാര്യം നമ്മൾ ഒരു വല്ലാണ്ട് ഈ പറയുന്ന വലിയ ക്ലറിക്കൽ ഡേറ്റ ടാബ്ലേഷൻ ഷീറ്റൊന്നും കാണാതെ തന്നെ നമുക്ക് വിഷ്വലൈസേഷൻ ഫാക്ടേഴ്സോടുകൂടി ഇൻക്ലൂഡിംഗ് പ്രെഡിക്റ്റ് അനലിറ്റിക്സ് നമുക്ക് പവർ BIയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നത് കൺസൾട്ടിങ് അപ്രോച്ചിൽ നമ്മൾ അവരുടെ ഡേറ്റ ഒന്ന് സ്ട്രക്ചർ ചെയ്യുക, ഓർഗനൈസ് ചെയ്യുക, കൊളക്റ്റ് ചെയ്യുക, അതിനെ വിഷ്വലൈസേഷൻ ഫോർമാറ്റിലോട്ട് കൺവേർട്ട് ചെയ്യുക. ഇങ്ങനെയൊക്കെ ചെയ്താലാണ് വാട്ട് ഈസ് വാട്ട് എന്ന് അറിയാൻ പറ്റുന്നത്. എക്സാക്ട്ലി. എനിക്ക് തോന്നുന്നു ഡേറ്റ എന്ന് പറയുന്നതിൻ്റെ ഒരു റെലവൻസ് ഇപ്പോൾ ഒരുവിധം എല്ലാവരും അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ഭയങ്കരമായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. എന്നാൽ പോലും അതിലുള്ള ഇപ്പോൾ ഈ പറയുന്ന പോലെ പരമ്പരാഗതമായിട്ട് ഇത് ചെയ്തു വരുന്ന ആളുകളുടെ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ പലപ്പോഴും ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരിക്കും. അപ്പോൾ അവിടെ ശരിക്കും ഈ പറഞ്ഞ പ്രോസസ് ഓട്ടോമേഷൻ എന്ന് പറയുന്ന സാറിന്റെ അവിടെ ആയിരിക്കാം ഇപ്പോൾ സാർ പറയുന്ന പോലെ 3 പീസ് പ്രോസസ്സിൽ ഇത്രയും ഗ്യാപ്പ്, ഇത്രയും വലിയ ഏരിയയാണ് പ്രോസസ്സിൽ നിൽക്കുന്നത്. അപ്പോൾ കേൾക്കുമ്പോൾ വളരെ സിമ്പിളായിട്ട് 3 ടാബ് പറയുന്നുള്ളെങ്കിലും ഇതിനെല്ലാം ഡ്രിൽ ഡൗൺ ചെയ്ത് പോകുമ്പോൾ ഇന്റർ കണക്റ്റഡുമാണ്, കോംപ്ലിമെന്റിങ് ഈച്ച് അതറുമാണ്. മനസ്സിലായി?